ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ാണ്. അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ചെറുക്കൻ പറയുകയാണ്, ഇല്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ ആതിരയും അജയും കൂടി ആതിരയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ആതിര പറയുകയാണ്, നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേറെ ഒരു റിലേഷൻ നടത്തുന്ന പോലെ ഒരു ഭാര്യയാകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നൊക്കെ ആതിര പറയുമ്പോൾ അയാൾ പറയുകയാണ്, ആതിരയെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണെങ്കിലും ആതിരയെ കെട്ടുക തന്നെ ചെയ്യും. പിന്നെ ആതിരയുടെ റിലേഷൻ്റെ കാര്യം, അത് നെല്ലിശ്ശേരിയിലെ സന്ദീപായിട്ടുള്ളതല്ലേ. ആ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. സന്ദീപ് അനഘയെ വിവാഹം ചെയ്തോട്ടെ, അതിൻ്റെ ഇടയിൽ താനായിട്ട് എന്തിനാടോ ചെല്ലുന്നത്? ഇത് കേൾക്കുന്ന ആതിര ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ്, താൻ ആരാ? മീര ചേച്ചി വിളിച്ചപ്പോഴേ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നെ ലാഭമില്ലാത്തൊരു പരിപാടിക്കും ഞാൻ ഇറങ്ങിത്തിരിക്കില്ല. തന്നെ കല്യാണം കഴിച്ചാലേ ജിയില് 2 നിലയുള്ള മൊബൈൽ ഷോപ്പ്, 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം, ഒരു കാറ്, ഒരു പെട്ടി നിറയെ സ്വർണം, ഇതാണ് എനിക്ക് ഈ വിവാഹത്തിലുള്ള ലാഭം. അത് സ്ത്രീധനമായിട്ട് സ്പോൺസർ ചെയ്യുന്നതേ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. പണത്തിന് വേണ്ടി കൊലപാതകം ചെയ്യാൻ പോലും മടിക്കാത്ത എനിക്ക് ഒരു കല്യാണം കഴിച്ചാൽ ഇത്രയൊക്കെ ലാഭം കിട്ടുമെങ്കിൽ എനിക്കത് നല്ലതല്ലേ? പിന്നെ മീര ചേച്ചിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ ഞാനും അവന്തികയും തമ്മിലുള്ള ഏർപ്പാടാണ്. കൃത്യമായ വില എണ്ണി പറഞ്ഞിട്ട് തന്നെയാ ഈ വിഴുപ്പ് ഞാൻ ചുമക്കാമെന്ന് ഏറ്റതെന്നും അയാൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. പിന്നെ ഇതൊക്കെ നീ അവിടെ ചെന്ന് പറഞ്ഞാലും അവരാരും വിശ്വസിക്കാനേ പോകുന്നില്ല. മനഃപൂർവ്വം നീ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നതാണെന്നേ അവർ കരുതൂ. പിന്നെ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് ആ താലി ഞാൻ തന്നെ പൊട്ടിച്ചെടുത്തേക്കാം. പിന്നെ ഇപ്പോൾ ചെന്ന് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്നും നിനക്ക് സമ്മതമാണെന്നും ഞാൻ പറയാൻ പോവുകയാന്ന് പറഞ്ഞ് അജയ് എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് തകർന്നു നിൽക്കുന്ന ആതിരയാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചന ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. മോളെ, വന്നവരൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പോയെന്ന് ആതിര പറയുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം മോള് വ്യക്തമായി കേൾക്കണം. നാളെ കഴിഞ്ഞ് നിന്റെയും സന്ദീപിന്റെയും രജിസ്റ്റർ മാരേജ് ആണ്. ഇത് കേൾക്കുന്ന ആതിര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചിയേട്ടൻ കൂടെ നിൽക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഇത് ഇത്രയും താമസിച്ചത്. ഇപ്പോ സച്ചിയേട്ടനും തന്റെ തീരുമാനം അറിയിച്ചു. കേൾക്കുന്ന ആതിര പറയുകയാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം. അനൂപേട്ടൻ കൊണ്ടുവന്ന വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ്. കാര്യം കേട്ട് സന്ദീപും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, നീ എന്ത് പണി ആതിരയെ കാണിച്ചത്? തുടർന്ന് അവന്തിക വന്ന് ഭീഷണിപ്പെടുത്തിയതും ആ ചെറുക്കൻ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം തന്നെ ആതിര അർച്ചനയോട് പറയുന്നു. തുടർന്ന് ആതിര പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഇതായിരുന്നു, അതുകൊണ്ടാ എനിക്ക് സമ്മതിക്കേണ്ടി വന്നത്. സന്ദീപിനെ ചേച്ചി പറഞ്ഞു മനസ്സിലാക്കാൻ അർച്ചനയോട് ആതിര പറയുകയാണ്. എന്താണെങ്കിലും മോളെ, അതുപോലുള്ള ഒരാളെ കൊണ്ട് നിന്നെ എന്താണെങ്കിലും ഈ ചേച്ചി വിവാഹം ചെയ്യിപ്പിക്കില്ല. നീ ആദ്യം ചേച്ചി പറയുന്നത് കേൾക്ക്. നിന്റെയും സന്ദീപിന്റെയും വിവാഹം നടക്കട്ടെ, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ. അച്ഛനും അമ്മയും നാട്ടുകാരും ഒന്നുമല്ല നിന്റെ ജീവിതം തീരുമാനിക്കുന്നത്, അത് നീ തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ സന്ദീപിന് കൊടുക്കുകയാണ്. ആതിരെ, താൻ വിഷമിക്കരുത്, താൻ ഇതിനൊരിക്കലും എതിരും പറയരുത്. ഇത്രയും പറഞ്ഞ് സന്ദീപ് അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുമ്പോൾ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യ പോകുന്ന വഴിക്ക് അവന്തികയുടെ ഗുണ്ടകൾ വന്ന് സന്ധ്യയുടെ കാറിന്റെ മുന്നിൽ കൊണ്ട് കാർ നിർത്തുകയാണ്. തുടർന്ന് ഗുണ്ടകൾ പുറത്തേക്ക് വരുമ്പോൾ അവരെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ഡോക്ടർ. നിങ്ങൾ എന്തിനാ എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിയതെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ഒരു തവണ നീ രക്ഷപ്പെട്ടെന്നും അതിനി ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് അത് നികത്താൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്നും ഗുണ്ടകൾ പറയുന്നു. ഇന്ന് നിന്റെ ജീവൻ പോയെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് സന്ധ്യയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ കാറിൽ നിന്നും അബ്ദുൾ ഖാദർ ഇറങ്ങി വരികയാണ്. ഓ, അപ്പോ നീയാണോ ഇവളുടെ സംബന്ധക്കാരനെന്ന് ഗുണ്ടകൾ ഒരാൾ ചോദിക്കുമ്പോൾ അതേയെന്ന് ഖാദർ പറയുകയാണ്. എങ്കിലേ നീ വിട്ടോ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഇത് കേൾക്കുന്ന ഡോക്ടർ ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാകും? ഇവളുടെ സംബന്ധക്കാരൻ ഇവിടെ ഇങ്ങനെ നെഞ്ചും വിരിച്ചു നിൽക്കുമ്പോൾ ആര് തൊടാനാണെന്ന് എനിക്കൊന്ന് കാണണം. ഇത് കേൾക്കുന്ന അവര് ഡോക്ടറെ തല്ലാനൊരുങ്ങുമ്പോൾ അബ്ദുൾ ഖാദർ അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയാണ്. ശേഷം സന്ധ്യയും കൂട്ടിക്കൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.